എടുത്തതാര് ലേലത്തിലെടുത്തതാര്? ജിയോ മറൈന ജോർജാ. സാധാരണ ഏറ്റവും കൂടുതൽ സ്രാവ് നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ ജോർജ് തന്നെയാണ് ഈ സ്രാവ് എടുത്തിട്ടുള്ളത്. മാർച്ച് 14 നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വീണ്ടും ഒരു അച്ചിനി സ്രാവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം വരുന്നതിൽ ഒരു നരിപ്പല്ലം സ്രാവ് ഒഴികെ ബാക്കി വന്നതെല്ലാം അച്ചിനി സ്രാവ് തന്നെയാണ്. ഇത് നമ്മുടെ വിഴിഞ്ഞം വർക്കിച്ചേട്ടൻ്റെ വള്ളത്തിൽ വന്നതാണ്. വർക്കിച്ചേട്ടന് ഈ വർഷത്തെ 5ാമത്തെ അച്ചിനി സ്രാവാണ്. കഴിഞ്ഞ വർഷം വരെ ഓരോ വള്ളക്കാർക്ക് 2-3 സ്രാവ് വീതമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷമാണ് വർക്കിച്ചേട്ടന് 5 സ്രാവ് 5 ദിവസമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇനിയും പറയാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച മുതൽ ഇനിയും മട്ടുപ്പണിക്കൊക്കെ കുറച്ച് വള്ളക്കാരൊക്കെ പോകും. അപ്പോൾ ഈ സ്രാവിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലായി കഴിഞ്ഞാൽ സ്രാവിന് വേണ്ടി ഇവർ വയ്ക്കുന്നത് സെപ്പറേറ്റ് കമ്പിയും ചൂണ്ടയുമാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാവും. അതുപോലെ ഞാൻ വരുന്നതിന് മുൻപേ ഈ സ്രാവിൻ്റെ ലേലവിളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ജിയോ മറൈൻ കമ്പനിയാണ്, ജോർജ് എന്ന് പറയും. ജോർജാണ് ഏറ്റവും കൂടുതൽ സ്രാവുകൾ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് നിന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്രാവിൻ്റെ ലേലവിളി ഏകദേശം 87,000 രൂപയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ വർഷം വന്നതിൽ ഒരു നരിപ്പല്ലൻ സ്രാവ് ഒഴികെ ബാക്കി വന്നതെല്ലാം അച്ചിനി സ്രാവ് തന്നെയാണ്. അപ്പോൾ ഈ സ്രാവിൻ്റെ ലേലവിളിയെ ഇവിടെ കഴിഞ്ഞത് കാരണം ഇവർ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പനി വണ്ടി തന്നെ കയറ്റി, ഒന്നുകിൽ അവിടുത്തെ തമിഴ്നാട് കമ്പനി വണ്ടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് കയറ്റി കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുമായിട്ട് നേരെ പോയി ഇത് വെയിറ്റ് നോക്കുന്ന ഇവിടെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, അവിടെ പോയി ഇതിൻ്റെ വെയിറ്റ് നോക്കി വണ്ടിയുമായിട്ടാണ് വെയിറ്റ് നോക്കുന്നത്. ആദ്യം വണ്ടീനെ വെയിറ്റ് നോക്കിയിട്ടാണ് വണ്ടിയെ കൊണ്ടുവന്ന് സ്രാവിനെ കയറ്റുന്നത്. അപ്പോൾ ആ രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകിൽ അവരുടെ വണ്ടിയിൽ കയറ്റി വിടും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വണ്ടി തന്നെ നേരെ ആ തമിഴ്നാട് കമ്പനിയിലോട്ട് പോയി ഈ സ്രാവിന് വലിച്ചിട്ട് കൊടുത്തിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അവരുടെ കാശ് അവർ കൊടുക്കും. പിന്നെ ഈ കട്ടിങ് ഇതെല്ലാം സംഭവം നോക്കുന്നത് അവിടെ തന്നെയാണ് കേട്ടോ. ഈ തമിഴ്നാട് മെയിൻ കമ്പനി തന്നെയാണ് ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇല്ലാതെ ഇത്രയും വലിയ സാധനമൊന്നും നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് ഇട്ടൊന്നും ഇതിനെ കട്ട് ചെയ്യാനായിട്ട് നോക്കത്തില്ലേ. അപ്പോൾ സാധാരണ ഒരു സ്രാവ് കൊണ്ടുവരുന്ന വള്ളക്കാരോട് നമ്മൾ ആ സ്രാവ് എത്ര kg ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴേ അവർ ഒരു ഊഹമായിട്ട് എടുത്ത വായിക്ക് തന്നെ പറയും ഏകദേശം 400 കിലോയൊക്കെ കാണും എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഒരു ഊഹം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്രയും നാൾ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വന്നതിൽ ഏറ്റവും വലിയ സ്രാവ് ഈ സ്രാവായിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 375 kg എങ്കിലും വെയിറ്റ് വരാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ ഈ സ്രാവ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് കൂട്ടുകാർ വിചാരിക്കും എല്ലാ വള്ളക്കാർക്കും ഇതുപോലെ സ്രാവൊക്കെ കിട്ടുമെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. മട്ടുപണിക്കായിട്ട് കുറച്ച് വള്ളക്കാർ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞത്തുനിന്ന് പോകുന്നത്. അപ്പോൾ ഏത് വള്ളക്കാർക്കാണ് ഭാഗ്യമുള്ളത് ആ വള്ളക്കാർക്ക് ഒരു വർഷത്തിൽ 1-2 സ്രാവ് കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി വയ്ക്കുക. അതുമാത്രമല്ല ചൂട് സമയങ്ങളിലാണ് ഇതുപോലെ 1-2 സ്രാവൊക്കെ നമ്മുടെ വിഴിഞ്ഞംകടപ്പുറത്ത് വരുന്നത്. ഓക്കെ എന്നാ.